കോയമ്പത്തൂരിൽ കൂട്ടബലാത്സംഗം. കോളേജ് വിദ്യാർത്ഥിനിയെ 3 പേർ ചേർന്ന് പീഡിപ്പിച്ചു. എയർപോർട്ട് പരിസരത്ത് വെച്ചാണ് അതിക്രമം നടന്നത്. ഒപ്പമുണ്ടായിരുന്ന ആൺസുഹൃത്തിനെ ആക്രമിച്ച് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു. ഫൈസൽ ഹംസ നമുക്കൊപ്പം ചേരുകയാണ്. ഫൈസൽ ഹംസ, നമ്മുടെ നാടിത് എങ്ങോട്ടാണ് പോകുന്നത്? ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് അടുത്ത മിനിറ്റിൽ കോയമ്പത്തൂരിലെ കൂട്ടബലാത്സംഗത്തിന്റെ വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇവിടെ എന്താണ് നടന്നത്? സുജയ, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പോലീസ് പറയുന്നത് കോയമ്പത്തൂർ വിമാനത്താവളത്തിന് സമീപം റോഡിൽ കാറിൽ പെൺകുട്ടിയും, അതായത് MBA വിദ്യാർത്ഥിയാണ് ഈ പെൺകുട്ടി. കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ കോളേജിലെ MBA വിദ്യാർത്ഥിയാണ്. പെൺകുട്ടിയും സുഹൃത്തും കാറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്കടുത്തേക്ക് 2 ബൈക്കുകളിലായി 3 അംഗ സംഘം എത്തുന്നു. ഇവരുമായി വഴക്കുണ്ടാക്കുന്നു. പിന്നീട് ആൺ സുഹൃത്തിനെ മർദ്ദിക്കുന്നു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. മർദ്ദനമേറ്റ ആൺ സുഹൃത്ത് ഉടൻ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് രാത്രി തന്നെ ഇവരെ അന്വേഷിച്ചിറങ്ങുകയും വലിയ രീതിയിൽ പരിശോധന നടത്തുകയും ചെയ്തു. പക്ഷേ 4 മണിയോടുകൂടിയാണ് പെൺകുട്ടിയെ പിന്നീട് കണ്ടെത്താൻ സാധിക്കുന്നത്. ഏതാണ്ട് 1 കിലോമീറ്റർ മാറി ഒരു സ്വകാര്യ കോളേജിന്റെ പിൻവശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു പെൺകുട്ടിയെ കണ്ടെത്തിയത്. സംഭവം. ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്.